നമസ്കാരം. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വൻ ശക്തികൾ ഇറാന്റെ സൈനിക ശേഷി തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും ഞെട്ടിക്കുന്ന കണക്കുകളുമായി വീണ്ടും ഇറാൻ എത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള സംഘർഷം 136 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇറാൻ ഇപ്പോഴും ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഹോർമൂസിൽ UAE എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. UAE പ്രതിരോധ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഹോർമൂസിൽ ഒമാന്റെ ജല അതിർത്തിക്കുള്ളിൽ തെക്കൻ കപ്പൽ പാതയിലൂടെ കടന്നുപോയ മൊബാസ, അൽ ബഹിയ എന്നീ എണ്ണക്കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചത്. മൊബാസ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റതിൽ 2 പേർ ഉക്രൈൻ നാവികരാണ്. ഇറാൻ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്ന് UAE പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ കപ്പലുകളിലെ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. UN അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ പ്രതിഷേധം അറിയിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുവാനും നീക്കമുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പക്കൽ ഇപ്പോഴും 3000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 50,000-ത്തിലധികം ഡ്രോണുകളും ഉണ്ടെന്നാണ് വിവരം. ഓരോ ദിവസവും ഒരു മിസൈലോ ഡ്രോണോ വെച്ച് വിക്ഷേപിച്ചാൽ പോലും അടുത്ത 8 വർഷത്തേക്ക് ഈ യുദ്ധം തുടരാൻ ഇറാൻ സജ്ജമാണ് എന്നതാണ് ലോകത്തെ അമ്പരപ്പിക്കുന്നത്. ഷഹബാബ്, ഫത്തേഹ് തുടങ്ങിയ ഹ്രസ്വദൂര മിസൈലുകൾ മുതൽ 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖദർ, സജ്ജിൽ, ഹോം ഷഹർ തുടങ്ങിയ ദീർഘദൂര മിസൈലുകൾ വരെ ഇറാന്റെ ആയുധ ശേഖരത്തിലുണ്ട്. 500 കിലോമീറ്റർ പരിധിയുള്ള 1500 ചെറിയ മിസൈലുകൾക്ക് പുറമെ യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളെ വരെ തകർത്തെറിയാൻ ശേഷിയുള്ള 300 മുതൽ 500 വരെ വലിയ മിസൈലുകളും IRGCയുടെ പക്കലുണ്ട്. ഇതിന് പുറമെയാണ് ഷാഹദ് 136 പോലുള്ള കാമിക്കാസെ ഡ്രോണുകളും സൃഷ്ടിക്കുന്ന ഭീഷണി. വെറും $20,000 ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം 30,000-ത്തോളം ഡ്രോണുകൾ ഇറാന്റെ പക്കലുണ്ട്. ഇറാന്റെ 80%-ത്തിലധികം വരുന്ന ഭൂപ്രദേശവും മലനിരകളുമാണ്. ഈ ഭൂപ്രകൃതിയെ മറയാക്കി ഏകദേശം 500 മീറ്റർ ഭൂമിക്കടിയിൽ നിർമ്മിച്ച 300-ഓളം മിസൈൽ നഗരങ്ങൾ ഇറാനുണ്ട്. ഇവിടെ റെയിൽവേ സംവിധാനങ്ങളും ആയുധ നിർമ്മാണശാലകളും ആശുപത്രികളും ഉൾപ്പെടെയുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ 50%-ത്തിലധികം ലോഞ്ചറുകളും നിരവധി സൈലോകളും തകർക്കപ്പെട്ടു എങ്കിലും ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആയുധശേഖരം ഇപ്പോഴും സുരക്ഷിതമാണ്. സാങ്ഷനുകളിലൂടെയും ആയിരക്കണക്കിന് വ്യോമാക്രമണങ്ങളിലൂടെയും ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പാളുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ വ്യോമപാത അടച്ചുപൂട്ടി ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ സ്തംഭിക്കാൻ ശക്തിയെ തകർക്കാമെന്ന സാധിക്കും. പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിലല്ല, മറിച്ച് അതിജീവിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അസിമെട്രിക് വാർഫെയറിലൂടെ ഇറാന്റെ പ്രതിരോധം തുടരുന്നത് ആഗോള ശക്തികൾക്ക് വലിയ തലവേദനയായി മാറുകയാണ്.